ക്വാണ്ടം സയൻസിന്റെ പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് പകരാൻ കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിൽ നടന്ന എക്സിബിഷന് സമാപനം. 10 ദിവസം നീണ്ടുനിന്ന എക്സിബിഷൻ വിദ്യാർത്ഥികളുടെയും ഗവേഷകരുടെയും മാത്രമല്ല, പൊതുജന പങ്കാളിത്തം കൊണ്ടും ശ്രദ്ധേയമായി. കുറഞ്ഞ ഊർജ്ജത്തിൽ പ്രകാശം വിതറുന്ന LED ലൈറ്റുകൾ, സൗരോർജ്ജം വൈദ്യുതിയാക്കുന്ന സോളാർ പാനലുകൾ, ടെലിവിഷൻ, വിവിധ ആവശ്യങ്ങൾക്കുള്ള കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ, ചികിത്സാ രംഗത്ത് ഉപയോഗിക്കുന്ന ലേസറുകൾ, MRI, PET സ്കാനറുകൾ, ഭൂമിയിൽ എവിടെയും സ്ഥാനം നിർണ്ണയിക്കാൻ സഹായിക്കുന്ന GPS, ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് എന്നിങ്ങനെ മനുഷ്യജീവിതത്തെ വിപ്ലവകരമായ പരിവർത്തനത്തിലേക്ക് വഴി നടത്തിയ ശാസ്ത്ര സാങ്കേതിക രംഗത്തെ കുതിച്ചുചാട്ടങ്ങൾക്ക് പിന്നിലെ ക്വാണ്ടം സയൻസിനെ അടുത്തറിയാനുള്ള അവസരമാണ് ഒരുക്കിയത്. 1925 മുതൽ ഇങ്ങോട്ട് കഴിഞ്ഞ 100 വർഷം ക്വാണ്ടം സയൻസ് മനുഷ്യൻ്റെ എല്ലാ തുറകളെയും മാറ്റിമറിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണ ജീവിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു മൊബൈൽ ഫോൺ മുതൽ വീട്ടിലുള്ള LED TVകളായിരുന്നാലും ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളായാലും ഇതുപോലെ നമ്മൾ നിത്യജീവിതത്തിലുള്ള മിക്കവാറും എല്ലാ കാര്യങ്ങളും ക്വാണ്ടം സയൻസിൻ്റെ വളർച്ചയുടെ ഭാഗമായി നമുക്ക് ലഭിച്ചിട്ടുള്ളതാണ്. നമ്മുടെ നിത്യജീവിതത്തിലുള്ള ഒരുവിധ എല്ലാ പ്രതിഭാസങ്ങളും നമുക്ക് വിശദീകരിക്കണമെങ്കിൽ, നമുക്ക് ഏറ്റവും സൂക്ഷ്മമായി വിശദീകരിക്കണമെങ്കിൽ നമുക്ക് ക്വാണ്ടം സയൻസ് ആവശ്യമാണ്. പക്ഷികൾ ദേശാടനത്തിന് ശേഷം കൃത്യമായി തിരിച്ചെത്തുന്നതിന് പിന്നിലുള്ളത് ക്വാണ്ടം ബയോളജിയാണെന്ന് പ്രദർശനം വിശദീകരിക്കുന്നു. ക്വാണ്ടം പ്രതിഭാസങ്ങളും സാങ്കേതിക വിദ്യകളും ശാസ്ത്രജ്ഞരുടെ സംഭാവനകളുമെല്ലാം എക്സിബിറ്റുകളും മോഡലുകളുമായി പ്രദർശനത്തിലുണ്ടായിരുന്നു. ശില്പങ്ങൾ, ക്വാണ്ടം സയൻസിലെ ഇന്ത്യൻ സംഭാവനകൾ പരിചയപ്പെടുത്തുന്ന പെയിന്റിംഗ് പരമ്പര, വിവിധ കലാസൃഷ്ടികളും പ്രദർശനത്തിന്റെ ഭാഗമായി. ശാസ്ത്ര സാഹിത്യ പരിഷത്തിന്റെ സഹായത്തോടെ നടത്തുന്ന എക്സിബിഷൻ ഇനി കേരളത്തിലെ വിവിധയിടങ്ങളിലും സംഘടിപ്പിക്കാനാണ് തീരുമാനം. മീഡിയ 1, കൊച്ചി.